വയനാടിന്റെ ചരിത്രം. വയനാടിന്റെ പ്രാചീന ചരിത്രം. വയനാട്ടിലെ എടക്കൽ ഗുഹക്കടുത്തുള്ള കുപ്പക്കൊല്ലി, ആയിരംകൊല്ലി എന്നിവിടങ്ങളിൽ നിന്ന് ചെറുശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വെള്ളാരം കല്ലുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ഈ തെളിവ് മൂലം 5000 വർഷം മുൻപ് വരെ ഈ പ്രദേശത്ത് സംഘടിതമായ മനുഷ്യവാസമുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. നവീന ശിലായുഗ സംസ്കാരത്തിന്റെ നിരവധി തെളിവുകൾ വയനാടൻ മലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിക്കും അമ്പലവേലിനും ഇടയ്ക്കുള്ള അമ്പുകുത്തിമലയിലുള്ള 2 ഗുഹകളിൽ നിന്നും അതിപുരാതനമായ ചുവർച്ചിത്രങ്ങളും ശിലാലിഖിതങ്ങളും ചരിത്രഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. എടക്കൽ എന്ന സ്ഥലത്തുള്ള ഗുഹാചിത്രങ്ങൾ രചിക്കപ്പെട്ടത് ചെറുശിലായുഗ കാലഘട്ടത്തിലാണ് എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ രാജേന്ദ്രൻ കരുതുന്നത്. കോഴിക്കോട് സർവകലാശാലയിലെ ഡോക്ടർ രാഘവ വാര്യർ കുപ്പക്കൊല്ലിയിൽ നടത്തിയ ഉത്ഖനനത്തിൽ വിവിധതരം മൺപാത്രങ്ങളും കോപ്പകളും ലഭിച്ചിട്ടുണ്ട്. ഇവ സ്വസ്തികാകൃതിയിലുള്ള കല്ലറകളിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇവ കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള മറ്റു ശിലായുഗ സ്മാരകങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് എന്നാണ് ഡോക്ടർ രാജേന്ദ്രൻ കരുതുന്നത്. ദക്ഷിണേന്ത്യയിലെ മഹാശിലയുഗ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ മെഡിറ്ററേനിയൻ വർഗത്തിൽ പെട്ടവരാണെന്നും അവർ BC 500-ലാണ് ദക്ഷിണേന്ത്യയിലെത്തിയതെന്നും പ്രശസ്ത നരവം ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റോഫ് വോൺ ഫൂറർഹൈമെൻഡോഫ് സിദ്ധാന്തിക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്നും ലഭിച്ച മൺപാത്രങ്ങളുടെ നിർമ്മാണരീതിക്ക് വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഉദ്ഭവിച്ച രീതിയുമായി കടുത്ത സാമ്യമുണ്ട്. ബലൂചിസ്ഥാനിലെയും സൈന്ധവ മേഖലകളിലെയും ഹരപ്പൻ സംസ്കാരത്തിനു മുൻപുള്ള മൺപാത്ര നിർമ്മാണവുമായി അവക്ക് ബന്ധമുണ്ട്. എടക്കൽ ശിലാലിഖിതങ്ങൾ. സുൽത്താൻ ബത്തേരിക്കടുത്ത അമ്പലവയലിലെ അമ്പുകുത്തിമലയിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും പുരാതനമായ രാജവംശത്തെപ്പറ്റിയുള്ള സൂചന നൽകുന്നു. വയനാട്ടിൽ ഇന്ന് അവശേഷിക്കുന്ന ഏറ്റവും പ്രാചീനമായ ചരിത്രസ്മാരകവും ഇതാണ്. 2 മലകൾക്കിടയിലേക്ക് ഒരു കൂറ്റൻ പാറ വീണുകിടക്കുന്നതിനാലാണ് ഇടയിലെ കല്ല് എന്നർത്ഥത്തിൽ ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ എടക്കൽ എന്ന് അറിയപ്പെടുന്നത്. 1896 ഗുഹയുടെ തറയിൽ അടിഞ്ഞുകിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ നവീനശിലായുഗത്തിലെ കല്ലുളി, കന്മഴു എന്നിവ ലഭിക്കുകയുണ്ടായി. നിരവധി നരവംശ, ചരിത്ര, പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഈ സ്ഥലത്തെ പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഫോസൈറ്റ്, RC ടെമ്പിൾ, ബ്രൂസ് ഫുട്ട്, ഡോക്ടർ ഹൂച്ച് കോളിൻ മെക്കൻസി എന്നിവർ എടക്കല്ലിലും അതിനോടനുബന്ധിച്ചുള്ള ശിലായുഗ പരിഷ്കൃതിയെയും പറ്റി പഠനം നടത്തിയ പ്രമുഖരിൽപ്പെടുന്നു. 1890 കോളിൻ മെക്കൻസി സുൽത്താൻ ബത്തേരിയിൽ നിന്നും കണ്ടെത്തിയ നവീനശിലായുഗ കാലത്തെ ശിലായുധങ്ങളും 1901 ഫോസൈറ്റ് എടക്കൽ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ മിനുസപ്പെടുത്തിയ കന്മഴുവും കല്ലുളിയും ശിലായുഗകാലത്ത് വയനാട്ടിൽ സംസ്കാരം നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. എടക്കൽ ഗുഹാചിതങ്ങൾ നവീനശിലായുഗത്തിലേതായിരിക്കാമെന്ന നിഗമനത്തിനു പിന്നിൽ ഈ തെളിവുകളാണ്. അമ്പുകുത്തി എന്ന മലയുടെ കിഴക്കുഭാഗത്തായി ഏതാണ്ട് 5 കിലോമീറ്റർ അകലെ കിടക്കുന്ന തൊവരിമലയിലും എടക്കൽ ചിത്രങ്ങളോട് സാദൃശ്യമുള്ള കൊത്തുചിത്രങ്ങൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനു മുമ്പ് 3-ാം നൂറ്റാണ്ടാണ് എടക്കൽ ലിപിനിരകളുടെ കാലമെന്ന് പ്രൊഫസർ ബ്യൂളർ അഭിപ്രായപ്പെടുന്നു. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് ലിപി നിരകൾ കൊത്തിരേഖപ്പെടുത്തിയത് എന്ന് കേസരിയും പ്രാചീന സംസ്കൃതത്തിലുള്ള ലിഖിതം ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിലേതാണ് എന്ന് ടിൽനറും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശിലാലിഖിതങ്ങളിലുള്ള പാലി ഭാഷയിൽ എഴുതപ്പെട്ട ശാക്യമുനേ ഒവരകോ ബഹുദാനം ഇ എന്ന വരികൾ ബുദ്ധമതം വയനാട്ടിൽ പ്രചരിച്ചിരുന്നതിന്റെ സൂചനയാണ് എന്നാണ് കേസരി അഭിപ്രായപ്പെടുന്നത്. ആ വാക്കിന്റെ അർത്ഥം ബുദ്ധന്റെ ഒവരകൾ അഥവാ ഗുഹകൾ പലതും ദാനം ചെയ്തു എന്നാണ്. വയനാട്ടിനടുത്തുള്ള സ്ഥലങ്ങൾക്ക് പള്ളി എന്ന പേർ ചേർന്നതും ബുദ്ധമതത്തിന്റെ പ്രചാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുൽപ്പള്ളി, എരിയപ്പള്ളി, പയ്യമ്പള്ളി എന്നിവ ഉദാഹരണം. തൊവരിച്ചിത്രങ്ങൾ. എടക്കൽ ചിത്രങ്ങളുടെ രചനയെ തുടർന്ന് അടുത്ത ഘട്ടത്തിലാണ് തൊവരിച്ചിത്രങ്ങൾ രചിക്കപ്പെട്ടത്. എടക്കലിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് തൊവരി മലകൾ. എടക്കലിൽ ഉപയോഗിച്ചതിനേക്കാൾ കൂർത്തതും സൂക്ഷ്മവുമായ കല്ലുളികളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഡോക്ടർ രാഘവ വാര്യർ അവകാശപ്പെടുന്നു. വയനാടിന്റെ ചരിത്രം. മധ്യസംഘകാലങ്ങളിൽ മധ്യകാലത്തേതെന്നു കരുതാവുന്ന വീരക്കല്ലുകളും ശിലയിൽ തീർത്ഥക്ഷേത്രങ്ങളും വയനാടൻ കാടുകളിൽ നിരവധിയുണ്ട്. സുൽത്താൻ ബത്തേരിക്കടുത്ത കർണാടക വനങ്ങളോട് തൊട്ടുകിടക്കുന്ന മുത്തങ്ങ എന്ന സ്ഥലത്തെ എടത്തറ, രാംപള്ളി, കോളൂർ എന്നിവിടങ്ങളിലാണ് ഇത്തരം ശിലാപ്രതിമകൾ കാണപ്പെടുന്നത്. ദ്രാവിഡ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രചാരമുണ്ടായിരുന്ന സംഘകാലത്തു തന്നെയായിരുന്നിരിക്കണം വീരക്കല്ലുകളുടെയും മറ്റു ആരാധനാവിഗ്രഹങ്ങളുടെയും കാലം എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. സംഘകാലത്ത് ഏഴിമല നന്ദന്റെ കീഴിലായിരുന്നു വയനാട്. സുഗന്ധദ്രവ്യങ്ങളുടെയും ഉത്തുകളുടെയും പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു വയനാട്. ക്രിസ്തുവർഷം 930കളിൽ വയനാട് ഗംഗ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് റൈസ് അഭിപ്രായപ്പെടുന്നത്. അക്കാലങ്ങളിൽ വേഡർ ഗോത്രത്തിന്റെ കൈവശമായിരുന്നു ഈ പ്രദേശങ്ങൾ. ഗംഗരാജാവായ രാച്ചമല്ലയും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ബടുകയും ഈ പ്രദേശം ഭരിച്ചിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു. 10-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടക്കായി കദംബർ ഗംഗരെ തോൽപ്പിച്ച് വയനാട് സ്വന്തമാക്കി. കദംബർ അക്കാലത്ത് വടക്കൻ കാനറയിലെ ബനവാസിയായിരുന്നു ആസ്ഥാനമാക്കിയിരുന്നത്. വയനാടിനെ അക്കാലത്ത് ബീരബേൽ നാട്, ചാഗിബേൽ നാട് എന്നിങ്ങനെ 2ആയി വിഭജിച്ചിരുന്നു. 1104 മുതൽ 1147 വരെ മൈസൂർ ഭരിച്ചിരുന്ന ഹൊയ്സള രാജാവായിരുന്ന ദോരസമുദ്രൻ വയനാട് പിടിച്ചടക്കി തോടകളെയും മറ്റും പലായനം ചെയ്യിച്ചു എന്ന് മൈസൂർ ലിഖിതങ്ങളിൽ നിന്ന് കാണാം.
1300 ദില്ലിയിലെ മുസ്ലിം സുൽത്താൻമാർ ഹൊയ്സലരെ അട്ടിമറിച്ചതോടെ ഹൊയ്സലരുടെ മന്ത്രിയായ പെരുമാള ദേവദണ്ണനായകന്റെ മകൻ മാധവ ദണ്ണനായക നീലഗിരിയുടെ സുബേദാർ എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് വയനാട് ഭരിച്ചു പോന്നു. ദില്ലി സുൽത്താൻമാരെ തോൽപ്പിച്ച് വിജയനഗര സാമ്രാജ്യം സൃഷ്ടിച്ച ഹിന്ദു രാജാക്കന്മാരുടെ ഊഴമായിരുന്നു അടുത്തത്. 1527 കൃഷ്ണദേവരായരുടെ ഒരു ശാസനത്തിൽ വയനാട്ടിലെ മസനഹള്ളി എന്ന സ്ഥലം ഒരു പ്രമുഖനും അയാളുടെ മക്കൾക്കും അനുഭവിക്കാനായി എഴുതിക്കൊടുക്കുന്നുണ്ട്. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം ശിഥിലമാകുകയും ബാഹ്മനി സുൽത്താൻമാർ വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തോടെ വിജയനഗരത്തിന്റെ സാമന്തരാജാക്കന്മാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ആഭ്യന്തര കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വയനാടും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. 1610 മൈസൂർ രാജാവ് വോഡയാർ കലാപം സൃഷ്ടിച്ച സൈന്യാധിപനെ തുരത്തിയതോടെ വയനാട് വീണ്ടും മൈസൂർ രാജാക്കന്മാർക്കു കീഴിലായി. പിന്നീട് കോട്ടയം രാജാവ് തിരുനെല്ലിക്കോട്ടയിലെ വേടർക്കരശനെ പരാജയപ്പെടുത്തി വയനാടിനെ കോട്ടയത്തോട് കൂട്ടിച്ചേർത്തുവെങ്കിലും വയനാട്ടിലെ അതിശൈത്യവും മഞ്ഞും മലമ്പനിയും കാരണം കോട്ടയം പടയാളികൾ വയനാടിനെ ക്രമേണ കൈയൊഴിച്ചു പോവുകയാണുണ്ടായത്. നാഥനില്ലാത്ത അവസ്ഥയിൽ കോട്ടയം രാജാവ് 600 നായർ കുടുംബങ്ങളെ വയനാട്ടിൽ കുടിയിരുത്തുകയും വയനാട്ടിനെ 60 നാടുകളായി വിഭജിച്ച് ഭരണാധികാരം നായർ പ്രമാണിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ 60 നാടുകളിൽ 8ഉം 10ഉം നാടുകൾ ചേർന്ന് 6 സ്വരൂപങ്ങളായി തീർന്നു. കുപ്പത്തോട് നായന്മാർക്ക് ആധിപത്യമുള്ള വയനാട് സ്വരൂപം, കൽപ്പറ്റ നായന്മാരുടെ മേധാവിത്വമുള്ള എടനൻസ്കൂർ സ്വരൂപം, എടച്ചന നായന്മാരുടെ എള്ളകുച്ചി സ്വരൂപം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ഹൈദരാലി തന്റെ ഭരണകാലത്ത് വയനാട് ആക്രമിച്ച് കീഴടക്കി. പക്ഷെ ടിപ്പുവിന്റെ ഭരണകാലത്ത് വയനാട് കോട്ടയം രാജവംശം തിരിച്ചുപിടിച്ചു. പക്ഷെ ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ ശ്രീരംഗപട്ടണം കരാറനുസരിച്ച് മലബാർ പ്രദേശം മുഴുവനും ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയാണുണ്ടായത്. വയനാട്ടിലെ സ്വർണ്ണഖനന ചരിത്രത്തെക്കുറിച്ചറിയാൻ കാസാബ്ലാങ്ക ഫിലിം ഫാക്ടറിയുടെ യൂട്യൂബ് ചാനലിലെ തെരിയോട് ഡോക്യുമെന്ററി കാണുക.